ഹായ് ഓൾ, വെൽക്കം ടു സിസി സൈബർ ക്യാമ്പസ്. എൻ്റെ പേര് അതുല്യ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനറാണ്. ഈ 2025 നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതൊരു ബിസിനസ്സിൻ്റെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അത് ചെറിയ ബിസിനസ് ആയിക്കോട്ടെ, വലിയ ബിസിനസ് ആയിക്കോട്ടെ. അപ്പോൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഫീൽഡിലേക്ക് നമ്മൾ കരിയർ എടുത്ത് വെക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ കരിയർ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം അതായത് കറൻ്റ്ലി പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് ബേസിക്കലി നമ്മൾ പഠിച്ചു പോരുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൽ ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയർ നോക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിൽ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങൾ ലേൺ ചെയ്യണം, നല്ലൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു ജോലി പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് എല്ലാവർക്കും അറിയാം, AI. ഏതൊരു ഫീൽഡിൽ നോക്കുകയാണെങ്കിലും AI എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവരും പറയും AI വന്നു, നമ്മുടെ ജോലി പോയി. അങ്ങനെയല്ല. നമ്മളൊരു AI നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വർക്കുകൾ നമുക്ക് സിമ്പിൾ ആക്കാൻ പറ്റും, എഫക്റ്റീവ് ആക്കാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന വർക്കിൽ AI യൂസ് ചെയ്ത് നമുക്ക് അതിനെങ്ങനെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യിക്കാം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് എന്തറിയണം, AI എന്താണെന്ന് അറിയണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റോൾ എന്ന് പറയുന്നത് AI ഡ്രിവൺ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ. അതായത് നല്ല കണ്ടന്റുകൾ, നല്ല പോസ്റ്ററുകൾ, നല്ല ഡിസൈൻസുകൾ നല്ല രീതിയിൽ നമുക്ക് AI യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് കരുതി AI പോസ്റ്റേഴ്സ് ഉണ്ടാക്കുക എന്നല്ല, AI കണ്ടന്റ് സ്ട്രാറ്റജി നമുക്ക് ബിൽഡ് ചെയ്യാം. എവിടെയൊക്കെ എന്തൊക്കെ രീതിയിലുള്ള കണ്ടന്റ്, അത് വീഡിയോ ആയിക്കോട്ടെ, അങ്ങനെയുള്ള രീതിയിലുള്ള AI ടൂളുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലുണ്ട്. കണ്ടന്റ് ഉണ്ട്, ടൂളുകളുണ്ട്, അനലറ്റിക്സ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് AI യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പം AI ടൂൾസ് അത് എങ്ങനെ യൂസ് ചെയ്യണം, ആ AI മാർക്കറ്റിംഗ് എങ്ങനെയാണ്, ഈ കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് AI എന്തിനാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലുള്ളത് എന്നുള്ളത് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫീൽഡിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, രണ്ടാമതെന്ന് പറയുന്നത് SEO, GEO, വോയിസ് സെർച്ച്. ആദ്യമായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിളിൻ്റെ കാര്യം അല്ലെങ്കിൽ ബിങ്ങിൻ്റെ കാര്യം, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ മാത്രം പഠിച്ചാൽ മതിയായിരുന്നു അല്ലേ. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. നമ്മൾ സെർച്ച് ചെയ്യുന്ന പ്ലാറ്റ്ഫോം മാറി. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നതിന് പകരം നമ്മൾ ChatGPT ചോദിക്കുന്നുണ്ട്, ജെമിനിയോട് ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതുപോലത്തെ AI ടൂളുകളിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ സൈറ്റ് അല്ലെങ്കിൽ നമ്മളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒപ്റ്റിമൈസേഷനും കൂടെ അറിഞ്ഞിരിക്കണം. ആ കീവേഡ് സ്ട്രാറ്റജി കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പം നമ്മൾ SEO പഠിക്കുന്നതോടൊപ്പം തന്നെ GEO പഠിക്കണം. അതുപോലെ തന്നെ വോയിസ് സെർച്ച്. അലക്സയോട് നമ്മൾ ചോദിക്കുന്നുണ്ട് അല്ലേ, നാളെ ചിലപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യില്ല, നമ്മൾ എന്തേ ചെയ്യുള്ളൂ, വോയിസ് സെർച്ച് ചെയ്യുള്ളൂ അല്ലേ. അലക്സ, വേർ ഇസ് ദ സൂപ്പർ റെസ്റ്റോറൻറ്റ്സ് നിയർ കാലിക്കറ്റ്, അങ്ങനെയൊക്കെ നമ്മൾ വോയിസ് സെർച്ചിലൂടെ ആയിരിക്കും നമ്മൾ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ കീവേഡ് സ്ട്രാറ്റജി എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം, നമ്മുടെ റിസൾട്ട് എങ്ങനെ കാണിക്കണം എന്നുള്ളത് നമ്മൾ ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒപ്റ്റിമൈസേഷനും കൂടെ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ആ ഒരു GEO, വോയിസ് സെർച്ച്, അതുപോലെ തന്നെ SEO നമ്മൾ തറവായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വരുന്ന സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, അതുപോലെ തന്നെ മെറ്റ അല്ലെ. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് ഇതെല്ലാം മെറ്റയാണ്. മെറ്റയിൽ നമ്മൾ ഒരുപാട് അഡ്വർടൈസ്മെന്റ് ചേഞ്ചസ് അല്ലെങ്കിൽ അപ്ഡേറ്റ്സ് നമുക്ക് വന്നിട്ടുണ്ട്. ആൻഡ്രോമേഡ പോലെയുള്ള ഒരുപാട് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. ഈ അപ്ഡേറ്റുകളെല്ലാം അറിഞ്ഞിട്ട് അതിലെങ്ങനെ മാർക്കറ്റ് ചെയ്യാം. നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്, നമ്മൾ ₹1 സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ₹1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് ഉണ്ടാക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ക്യാമ്പയിൻസ് ബിൽഡ് ചെയ്യാം. ഓക്കെ, ആ രീതിയിൽ വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഈ മെറ്റ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ ആഡുകൾ ചെയ്യേണ്ടി വരും, ഗൂഗിളിൽ ആഡുകൾ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ സ്നാപ്ചാറ്റ് പോലെയുള്ള പുതിയ പുതിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ചിലപ്പോൾ നമ്മൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിലെല്ലാം തന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എങ്ങനെ വളരുന്നു, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് എങ്ങനെ ചെയ്യാം, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റർ ആവാൻ പറ്റുള്ളൂ. നല്ലൊരു കരിയർ അതിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ വരുന്നതെന്ന് പറയുന്നത് ഷോർട്ട് ഫോം വീഡിയോ കണ്ടന്റ് ആൻഡ് റീൽസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പോസ്റ്ററിനെക്കാളും ആൾക്കാരിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് പോസ്റ്റർ കണ്ടു കഴിഞ്ഞാൽ എത്രത്തോളം ആൾക്കാർ വായിക്കും നമുക്കറിയാം അല്ലേ. അപ്പം അതിൽ കൂടുതലായിട്ട് ഒരു വീഡിയോ, ഒരു അട്രാക്റ്റീവ് വീഡിയോ, കൊളാബല്ല, നമ്മളെ അഡ്വർടൈസ്മെന്റ് കാണുന്ന നമ്മുടെ പ്രൊഡക്റ്റിന്റെ വീഡിയോ അല്ല,
ഒരു ഷോർട്ട് കണ്ടന്റ് അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിംഗ് വെറൈറ്റി ആയിട്ട് ക്രിയേറ്റീവ് ആയിട്ട് ഏത് രീതിയിൽ ഷോർട്ട് വീഡിയോ മേക്ക് ചെയ്താലായിരിക്കും കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസിലേക്ക് പെട്ടെന്ന് ക്യാച്ച് ആവാൻ പറ്റുക, അങ്ങനത്തെ റീലുകളും കണ്ടന്റുകളും ഒക്കെ മേക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പം നമ്മുടെ ഏതൊരു ബിസിനസ്സുകാരും നോക്കുക. ആ ബിസിനസ്സിനെ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ആ ബിസിനസ്സിനെ മാർക്കറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണ്ടി വരും. അപ്പൊ അത് അറിയുന്ന ആൾക്കാരെയായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് ഹയർ ചെയ്യുന്നുണ്ടാവുക. സോ നമ്മൾ എന്തറിയണം? ഷോർട്ട് ഫോം വീഡിയോസ് അട്രാക്റ്റീവ് ആയിട്ട് നമ്മുടെ ഓഡിയൻസിലേക്ക് പെട്ടെന്ന് ക്യാച്ച് ആയിട്ടുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാവാൻ അതിന് നമ്മൾ കുറേ സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യണം, കുറേ കാര്യങ്ങൾ നമ്മൾ അറിയണം, ലൈവ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നെക്സ്റ്റ് വരുന്ന പെർഫോമൻസ് അനലിറ്റിക്സ് ആൻഡ് ഗ്രോത്ത് ഹാക്കിംഗ്. നമ്മൾ ഒരു കമ്പനിക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ കമ്പനിയിൽ നമ്മൾ അത് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതിന്റെ റിസൾട്ടും കൂടെ നമ്മൾ അനലൈസ് ചെയ്താൽ മാത്രമേ നമ്മൾ വർക്ക് കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിന്റെ കേസിലായിക്കോട്ടെ, നമ്മൾ വെബ്സൈറ്റിന്റെ ട്രാഫിക്കിന്റെ കേസിലായിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന ഓരോ വർക്കിനും നമ്മൾ റിപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ജനറേറ്റ് ചെയ്താൽ മാത്രമേ നമുക്കത് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അനലൈസ് ചെയ്താൽ മാത്രമേ നെക്സ്റ്റ് സ്ട്രാറ്റജി ലെവലിലേക്ക് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ടൂളുകൾ അവൈലബിൾ ആണ്. ഗൂഗിൾ അനലിറ്റിക്സ് പോലെയുള്ള ടൂളുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതിലെല്ലാം AI ടൂളുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതെല്ലാ ടൂളുകൾ യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പോൾ ഇതുപോലെ എന്താ പറയാ, അപ്പൊ ഇതുപോലെ നല്ല നല്ല രീതിയിൽ, അതായത് അപ്ഡേറ്റഡ് ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ലൊരു കരിയർ, നമ്മൾ വെറുതെ ഒരു ജോലിക്ക് പോവല്ല, ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടത് എന്താണോ, അതായത് കമ്പനിക്ക് വേണ്ടത് എന്താണോ അത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ, അതായത് ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്കൊരു ജോലി കിട്ടുള്ളൂ. അപ്പോൾ CC സൈബർ ക്യാമ്പസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ AI ഇൻ്റഗ്രേറ്റഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നമ്മൾ ഓരോ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വരുന്ന സമയത്തും നമ്മൾ സിലബസ് ചേഞ്ച് ചെയ്യും. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടാണ് നമ്മൾ സ്റ്റുഡൻസിനെ വിടുന്നത്. നമുക്ക് ജോലി എന്ന് പറയുന്ന സമയത്ത് അവർക്ക് ആ ടെക്നോളജീസ് എല്ലാം തന്നെ അറിഞ്ഞിരിക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ വിടുന്നത്. അതേപോലെ തന്നെ അവർക്ക് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള മെന്റാലിറ്റിയും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വരുന്ന ടെക്നോളജി നാളെ പുതിയ ടെക്നോളജി വന്നിരിക്കാം. അപ്പം ഒരാൾ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അവർ അതിൽ തന്നെ ഉറക്കാതെ നമുക്ക് അതിന് വേണ്ട ട്രെയിനിങ്, അതായത് പുതിയ പുതിയ അപ്ഡേറ്റ്സ് വന്നു കഴിഞ്ഞാൽ പോലും അവർ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് പഠിക്കാനുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ മാറ്റുന്നുണ്ട്. മെറ്റാ ആഡ്സും ഗൂഗിൾ ആഡ്സും SEO AI ടൂൾസും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 6 മാസമാണ് കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത്. 3 മാസം ക്ലാസ്സും 3 മാസം ഇന്റേൺഷിപ്പും. ഫുള്ളി പ്രാക്ടിക്കൽ ക്ലാസ് ആണ്. വർക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അവർ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്തുകൊണ്ടായിരിക്കും പഠിക്കുന്നുണ്ടാവുക. അപ്പോൾ കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഫ്രണ്ട്സോ റിലേറ്റീവോ കോഴ്സ് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.